റിട്ടിന്റെ കാര്യം ഒന്ന്, അതായത് മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ സാധാരണ അങ്ങനെയാണ് പത്രവാർത്തകളിലെല്ലാം കാണുന്നതെങ്കിലും സാങ്കേതികമായി പറഞ്ഞാൽ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ അത് വ്യൂ ചെയ്യുക കാണുന്നത് കൊണ്ട് മാത്രം അതിന്റെ ഹാഷ് വാല്യൂ മാറില്ല എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയമായ വശം. അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു എഡിറ്റ് നടന്നാൽ മാത്രമാണ് അതിന്റെ ഹാഷ് വാല്യൂ മാറുക. അപ്പോൾ ആ മെമ്മറി കാർഡിന്റെ ദൃശ്യങ്ങൾ പകർത്തപ്പെടുകയും പുറത്തു പോവുകയും ചെയ്തു എന്ന് വേണം നമ്മൾ ന്യായമായി അനുമാനിക്കാൻ. തീർച്ചയായിട്ടും ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിൽ മാറി. ഒന്ന്, മജിസ്ട്രേറ്റ് കോടതിയുടെ പക്കലുണ്ടായിരുന്നപ്പോൾ, കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ, അന്ന് മജിസ്ട്രേറ്റായിരുന്ന ലീന റഷീദിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ, പിന്നീട് ജഡ്ജ് കൗസർ അടപ്പകത്തിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ, അത് കഴിഞ്ഞ് ഇപ്പോൾ വിധി പറഞ്ഞ കോടതി ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കോടതികളുടെ കസ്റ്റഡിയിൽ ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നപ്പോൾ ഇതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതായത് ഫോറൻസിക് സയൻസ് ലാബ് ആ റിപ്പോർട്ട് കോടതിയുടെ പക്കൽ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തത് ജുഡീഷ്യൽ ഓഫീസർക്കാണ്. ഈ വിധി പറഞ്ഞ കോടതിയുടെ പക്കൽ ആ വിവരം അറിയിച്ചിട്ട് ആ വിവരം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറെ അറിയിക്കുകയോ അതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല. അപ്പോൾ അതിന്മേൽ തന്റെ പ്രൈവസിക്ക് ഉൾപ്പെടെ ഉണ്ടായ പ്രശ്നങ്ങൾ പരിശോധിക്കണം, നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും അതിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുകയോ അതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തുവിടുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ വിഷയത്തിൽ അതിജീവിത റിട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. അതോടൊപ്പം ഒരു വിക്ടിം അപ്പീലും ഫയൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിക്ടിം എന്നുള്ള രീതിയിൽ അതിജീവിതയും അപ്പീൽ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ് കരുതുന്നത്. റിട്ടിന്റെ കാര്യം ആദ്യം ചെയ്യും എന്നാണ് കരുതുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് ബൃന്ദ ഗ്രോവറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇത് കൈകാര്യം ചെയ്യുക. അത് ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. ഈ അക്കൌണ്ടിന്റെ കാര്യത്തിലും നമ്മൾ അതിജീവിതയെ സഹായിക്കുന്ന നിലപാടാണ് എടുക്കുക. തീരുമാനങ്ങൾ അഭിഭാഷകരെ സംബന്ധിച്ചുള്ളതും ബാക്കിയുള്ളതിലുമൊക്കെ നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ഉത്തരവാദിത്വം.